പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് ജൂലൈ മാസത്തെ 2ാമത്തെ വെള്ളിയാണ്. ഞങ്ങൾ ഗാഗുൽത്ത മക്കൾ ഈ വെള്ളിയെ വിളിക്കുന്നത് സെൻറ്റ് ജോസഫ് ഫ്രൈഡേ എന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ ഒരുക്കുന്ന ഒരു വെള്ളി. ഔസേപ്പിതാവ് ഈശോടും മാതാവിനൊക്കെ കൂടെ സ്വർഗത്തിരിക്കുമ്പോൾ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഔസേപ്പിതാവ് നമുക്കൊരു മാധ്യസ്ഥൻ പ്രാർത്ഥിക്കും. എങ്കിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വരണം കേട്ടോ. നിങ്ങൾക്ക് ഗാഗുൽത്തായ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഭവനത്തിലിരുന്നാണെങ്കിലും ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൂടെയോ ഒക്കെ ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണണം, പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ പ്രിയമുള്ളവർ, ഔസേപ്പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് വരുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 27-ാം വാക്യം. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. അപ്പോൾ എനിക്ക് ചില വ്യക്തിക്ക് നന്മ ചെയ്യുവാൻ സാധിക്കും, ചിലർ പ്രതീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ പ്രതീക്ഷിക്കുന്ന മക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. അവർക്ക് നന്മ ചെയ്യണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ മകനും മകളുമായി മാറുന്നു. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഔസേപ്പിതാവിനെ പോലെ നമുക്കും നന്മ ചെയ്യാൻ സാധിക്കും. ഔസേപ്പിതാവ് മറിയത്തോട് എപ്രകാരം നല്ലത് ചെയ്തോ, നന്മ ചെയ്തോ, മറിയത്തിന് ആവശ്യമായി ചെയ്തു കൊടുത്തോ, അതുപോലെ നമുക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഔസേപ്പിതാവ് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു വചനഭാഗം യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ, ചെയ്യേണ്ട നന്മ എന്തെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് നന്മ ചെയ്യാന്നേ, മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സുഭാഷിതങ്ങൾ 3:27 പറയുന്ന പോലെ വ്യക്തികളെ ഉപദേശിക്കുന്നത്, അതായത് അർഹതയുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമുക്ക് കഴിവുണ്ടാകുമ്പോൾ അത് നിഷേധിക്കരുത്. പ്രത്യേകിച്ച് മറ്റു മക്കളെ സഹായിക്കുമ്പോൾ ഉദാര മനസ്കതയും കടമയും നിറവേറ്റുന്നത് ആണെന്ന് ദൈവം ഊന്നി പറയുകയാണത്. ചില വ്യക്തികളുണ്ട്, അവരുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും സന്തോഷമായി മാറുന്നത് മറ്റു മക്കളുടെ പുഞ്ചിരി കാണുമ്പോഴാണ്. അവരുടെ ആവശ്യത്തെ സഹായിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി വലിയ ആത്മനിർവൃതിയിലേക്ക് നയിക്കുന്ന പലരും നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം കളയരുത്, നിഷേധിക്കരുത്. മറിച്ച് ദൈവത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് മറ്റു മക്കൾ അവർക്ക് നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുമ്പോൾ അവർ ഒരു തരത്തിൽ മറ്റു തരത്തിൽ ഉയർത്തുമ്പോൾ അവരുടെ മുഖത്ത് വിടരുന്ന പുഞ്ചിരിയായിരിക്കും നമുക്ക് ഏറ്റവും വലിയ ഭക്ഷണമായി മാറേണ്ടത്. അത്രമാത്രം ഒരു കടമയായി ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുമ്പോൾ നമുക്ക് വലിയ ആത്മീയ സന്തോഷം കിട്ടും. എങ്കിലും പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥയെ പ്രാർത്ഥിക്കാം. മറ്റു മക്കൾ നന്മ ചെയ്യുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം ഗാഗുൽത്തായ്ക്ക് വരണം. ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കണം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.